ഒരു സ്ട്രെസ് കൊണ്ടാണ് ചെടിയിൽ ഈ കാ സെറ്റിങ്സിലേക്ക് വരുന്നുണ്ട്. ചെടിയെ ഒരു കരുത്തുറ്റ രീതിയിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഈ 2-3 റൗണ്ടൊക്കെ ഫംഗിസൈഡ് അടുപ്പിച്ച് പോയതുകൊണ്ടുള്ള ഒരു സ്ട്രെസ് കൊണ്ടാണ് ചെടിയിൽ ഇങ്ങനെ ഈ കാപിടുത്തം ഒരു മടുപ്പായിട്ട് നിൽക്കുന്നത്. അതിപ്പോൾ ഈ ഫ്ലവറിങ് ഇതിലേക്ക് സെറ്റിങ്സിലേക്ക് വരണമെങ്കിൽ ഈ എബയോട്ടിക് സ്ട്രെസ് റിലീസാകണം ചെടിയുടെ, എന്നാൽ മാത്രമേ അത് കായിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചെടിയിലെ ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല, ഫ്ലവറിങ് കുറവാണ്. അതുപോലെ കുറച്ചുകൂടെ ഫ്ലവറിങ് ഈ 2 മാസങ്ങളിൽ കായിലേക്ക് സെറ്റ് ആവണമെങ്കിൽ ആ സ്ട്രെസ് ഒന്ന് റിലീഫായാൽ മാത്രമേ ചെടിക്ക് ആ ഫ്രൂട്ട് സെറ്റിങ്ങിലേക്ക് വരുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഈ ഹ്യൂമിക്കോ പൾവിക്കോ സീവീഡ് ചേർന്ന പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിലിപ്പോൾ ഈ ശരത്തിനാണ് അരിമ്പാണെങ്കിൽ തന്നെ അത് തെളിഞ്ഞു വരുന്നേ ഉള്ളൂ. അതൊന്ന് ക്ലിയറായിട്ട് തെളിഞ്ഞു വരണമെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അടുത്ത പെസ്റ്റിസൈഡ് ആപ്ലിക്കേഷൻ്റെ കൂടെ അല്ലെങ്കിൽ തന്നെ നമ്മളൊരു ഫോളിയർ ആപ്ലിക്കേഷൻ്റെ കൂടെ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ചെടി റിലീസായിട്ട് വരത്തുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് PLTയുടെ ബ്ലാക്ക് പാന്തർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. ഇത് PLTയുടെ ബ്ലാക്ക് പാന്തർ എന്നൊരു പ്രോഡക്റ്റാണ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ എബയോട്ടിക് സ്ട്രെസ്സിനെ കുറച്ച് ചെടിയുടെ പുതിയ ടില്ലേഴ്സ് അടിക്കുവാനും അതുപോലെ തന്നെ ഇത് ഫ്ലവറിങ് എൻഹാൻസ് ചെയ്യും. അതുപോലെ വെജിറ്റേറ്റീവ് ഗ്രോത്തിന് ചെടിക്ക് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫംഗിസൈഡ് ആപ്ലിക്കേഷൻ കഴിഞ്ഞ് അതിന് പുറകെ ഒരു ഫോളിയർ കൊടുക്കുമ്പോൾ ഇത് കൊടുക്കുകയാണെങ്കിൽ ആ സ്ട്രെസ്സിനെ റിലീഫ് ചെയ്ത് ചെടിയെ ഒരു കരുത്തുറ്റ രീതിയിലേക്ക് എത്തിക്കാനായിട്ട് ഈ പ്രോഡക്റ്റ് വളരെയധികം സഹായിക്കും. ഇതൊരു ചെടിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫംഗിസൈഡൊക്കെ കൊടുത്ത പുറകെ ആണെങ്കിൽ അതിന് ടില്ലേഴ്സ് അടിക്കാനൊരു ബുദ്ധിമുട്ടുള്ള ഒരു ചെറിയൊരു മടുപ്പിൽ നിൽക്കുകയായിരിക്കും ചെടി. അതിനെ ഒന്ന് റിലീസായി ചെടി പുതിയ ടില്ലേഴ്സ് അടിക്കാനും അതുപോലെ തന്നെ ഇപ്പം നിൽക്കുന്ന ചെടിയുടെ ഈ കായ് ഇറുകല കാര്യങ്ങളെല്ലാം മാറി പുതിയ ഫ്രൂട്ട് സെറ്റിങ്സിലേക്ക് വരാൻ ഇത് സഹായിക്കുന്നു.